ഇവിടെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനെ കുറിച്ച് ഇവിടെ ചോദ്യം ചോദിച്ചിട്ട് അഫ്സലിന് പറയാൻ എസ്എഫ്ഐയുടെ നേതാവാണ്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് എവിടെയാണെന്നുള്ളതിന് അഫ്സലിന് ഉത്തരവില്ല. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നിയോജക മണ്ഡലങ്ങളിൽ ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്ക് ഗവൺമെന്റ് കോളേജ് അനുവദിച്ചു. സ്ഥലമേറ്റെടുത്തു. അവിടെ കൊണ്ടോട്ടിയിൽ നിലമ്പൂരിൽ വരെ വന്നിട്ടില്ല. സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. 9 വർഷമായി വാടക കെട്ടിടത്തിലാണ് പൂക്കോട്ടുപാടത്ത്. നിലമ്പൂരിൽ പൂക്കോട്ടുപാടത്ത് ഈ വിധത്തിലാണ് അവർക്ക് ഈ നിലമ്പൂരിൽ ആ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ പരാജയമാണ്. ഗവൺമെന്റ് കോളേജ് എവിടെ? UDF അനുവദിച്ചെങ്കിൽ, ഉമ്മൻചാണ്ടി അനുവദിച്ചെങ്കിൽ നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജ് എവിടെ? ബിജെപിയുടെ പ്രതിനിധിയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല. അവരെ സ്ഥാനാർത്ഥി നാളെ അവർ പ്രഖ്യാപിക്കും. പിന്നെ ഗവൺമെന്റ് കോളേജിന് ഗവൺമെന്റ് കോളേജിന് 9 വർഷം മുമ്പ് ഇവിടെ സ്ഥലം കണ്ടെത്തി അതിന് ഓഫീസ് വരെ തുടങ്ങിയതാ. ഭരണം മാറിയിട്ട് നേരെ മാനവേദൻ ഹൈസ്കൂളില് വരെ അവർ കൊണ്ടുപോയി. ഇടതുപക്ഷം വന്നു. ഇടതുപക്ഷം അമരമ്പലത്തേക്ക് കൊണ്ടുപോയി. ആ അമരമ്പലത്ത് കൊണ്ടുപോയിട്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിലമ്പൂർ വാടക കെട്ടിടത്തിലാണ് കോളേജ് നടക്കുന്നത്. പിന്നെ ഈ ഹരിദാസിന് രാധാകൃഷ്ണൻ ഒന്നും ചിലപ്പോൾ മൂപ്പർക്ക് അറിയില്ല. എന്താ കാരണം അറിയോ? ജനങ്ങളെടീക്ക് ഇറങ്ങിയാലേ നിങ്ങളെ ലോക്കൽ സെക്രട്ടറിമാരെ ഞങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാതെ TP അസ്ത്രമലിക്ക് ചിലപ്പോൾ നിങ്ങളെ ലോക്കൽ സെക്രട്ടറിമാരെ അറിയാൻ സാധ്യതയില്ല. ജനങ്ങളെടീക്ക് ഇറങ്ങണം. നിലമ്പൂർ ടൗണിൽ ഒരു സൗന്ദര്യവൽക്കരണം എന്നുള്ള പേരിൽ റോഡ് പണി നടത്തി. ഒരു പ്രതിഷേധം വന്നതിന് ശേഷമാണ് അവിടെ ഒരു വഴിയായത്. അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ പോയി നോക്കണം. നിലമ്പൂർ ടൗണിന്റെ സൗന്ദര്യവൽക്കരണം പോയി കാണണമെങ്കിൽ. ശരി.